ലഹരിക്കെതിരെ IHRDയുടെ സ്നേഹത്തോൺ കൂട്ടയോട്ടം നടത്തി. കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന അക്രമവാസനയ്ക്കെതിരെ സ്നേഹസന്ദേശം പ്രചരിപ്പിക്കുന്നതിനായാണ് സ്നേഹത്തോൺ സംഘടിപ്പിച്ചത്. MLA ചാണ്ടി ഉമ്മൻ സ്നേഹത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി പുതുപ്പള്ളി IHRD കോളേജും IHRD സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന സ്നേഹത്തോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന കൂട്ടയോട്ടം ആരാധനായ പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട MLA ശ്രീ ചാണ്ടി ഉമ്മൻ അവരോടൊപ്പം ഇതാ ഈ രീതികളിലൂടെ കടന്നു വരുന്നു. ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നാർക്കോട്ടിക് സെൽ DYSP AJ തോമസ്, പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ, കൃഷിരാജൻ, IHRD സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ സ്നേഹത്തോണിൽ പങ്കാളികളായി. ഞാൻ ബിജു ഫിലിപ്പ്, പുതുപ്പള്ളി IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലാണ്. നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചു വരുന്നൊരു കാര്യമാണ് കുട്ടികളുടെ ഇടയിലെ വയലൻസും അക്രമ സ്വഭാവവും അതോടൊപ്പം ലഹരിയുടെ അമിത ഉപയോഗവും അത് സമൂഹത്തിൽ വളരെ ചർച്ചാ വിഷയമാവുകയും അത് അപകടകരമായ രീതിയിൽ മുന്നേറുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നു. അപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയ്ക്ക് IHRD 88ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ എഞ്ചിനീയറിംഗ് കോളേജ് വരെയുള്ള 88ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ 40,000-അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരേ കുടക്കീഴിൽ വരുന്ന ആ സ്ഥാപനം തന്നെ ആദ്യമായി ഇതിനെതിരെ ഒരു ശക്തമായിട്ടുള്ള പ്രതിരോധ പരിപാടി എന്ന നിലയ്ക്ക്, ഒരു ബോധവൽക്കരണ പരിപാടി എന്ന നിലയ്ക്ക് സ്നേഹത്തോൺ എന്ന പേരിൽ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ 100ഓളം കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളെ, ഈ സ്ഥാപനത്തിൻ്റെ IHRDയിലെ വിദ്യാർത്ഥികളെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടയോട്ടം, അതോടൊപ്പം ഒരു സ്നേഹമതിലും തീർക്കുകയാണ്. അഭിനന്ദിക്കുന്നു. കേരളം ഒട്ടുക്ക ഈ ഒരു വലിയ അവയർനെസ് ക്യാമ്പയിനുമായി വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അവയർനെസ്സിനോടൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റും ഇത് അവൈലബിൾ ആണെങ്കിൽ, പ്രിയപ്പെട്ട നാർക്കോട്ടിക് സെല്ലിന്റെ DYSP അദ്ദേഹം ഉൾപ്പെടെ ഇവിടെയുണ്ട്, നമുക്കിവിടെ അങ്ങനെ അവയർനെസ് ക്യാമ്പയിനോടൊപ്പം തന്നെ ഇതിനെ പ്രതിരോധിക്കുക, ശക്തമായ നടപടിയെടുക്കുക. മിക്കവാറും പുറത്തു നിന്നായിരിക്കും ഇതിന്റെ സപ്ലൈ വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്തുപോയി വരെ പിടിക്കുവാനുള്ള സാഹചര്യം 2015-16 കാലഘട്ടങ്ങൾ അങ്ങനെ ഞാൻ കേട്ടിരുന്നു. പുറത്തുപോയി കെനിയയിൽ വരെ പോയി പ്രതിയെ പിടിച്ചുകൊണ്ട് വന്ന സാഹചര്യം ഉണ്ടായിട്ട് അതുപോലും നമ്മൾ പരിഗണിക്കേണ്ട കാലഘട്ടമായി ഇന്ന് മാറിയിരിക്കുന്നു. എന്നാൽ സമകാലീന കാലയളവിൽ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ പല